പന്തയ വസ്തുക്കളാണ് എൻ്റെ വില്ല്, അക്ഷങ്ങളാണ് എൻ്റെ ശരങ്ങൾ, അക്ഷഹൃദയങ്ങളാണ് ഞാൻ, തേര് ചൂതുകളി സ്ഥലവും. പാണ്ഡുപുത്രനായ ധർമ്മപുത്രരുടെ ഏതു സമ്പത്തിലാണ് ദുര്യോധന നീ ദുഃഖിതനാകുന്നത്? അതെല്ലാം ഞാൻ നിനക്ക് നേടിത്തരാം. വിദ്വാൻ അല്ലാത്തവനെ പരാജയപ്പെടുത്തുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം നമ്മുടെ പുത്ര. ഇതായിരുന്നു ചൂതുകളിക്ക് മുൻപായിട്ട് ശകുനിയുടെ ദുര്യോധനന് ശക്തി കൊടുത്ത ആ വാക്കുകൾ. നമ്മൾ സീരിയലിലും മറ്റു മോഡേൺ ഇൻ്റർപ്രിട്ടേഷൻസിലുമെല്ലാം കണ്ട ശകുനി തന്നെയാണോ യഥാർത്ഥ വ്യാസമഹാഭാരതത്തിലുള്ള ശകുനി, ആ ക്രൂക്കട്ട് മൈൻഡുള്ള ശകുനി? എന്നാൽ വ്യാസമഹാഭാരതത്തിലേക്ക് പോകുമ്പോൾ ശകുനിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ അഴിഞ്ഞു വീഴും. എന്തിനേറെ പറയണം, നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും, ഇയാളപ്പോൾ നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ലേ, ഇയാൾ ഇത്ര നല്ല അമ്മാവനായിരുന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ശകുനിയുടെയും കൗരവരുടെയും പതനത്തിന് മെയിനായിട്ട് കാരണമായത് ചൂതാട്ടത്തിലൂടെ സമ്പത്ത് നേടാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ പോലും നമ്മുടെ കേരളത്തിൽ ഇല്ലീഗലായ മാർഗങ്ങളിൽ കൂടെ പണം സമ്പാദിക്കാൻ ശ്രമിച്ച് ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ലീഗലായ ശരിയായ രീതികളിലൂടെയും അതുപോലെ തന്നെ ശരിയായ നിക്ഷേപങ്ങളിൽ കൂടെയും വേണം പണം സമ്പാദിക്കാൻ ശ്രമിക്കേണ്ടതെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ശരിയായ നിക്ഷേപങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരും പ്രതിമാസം 2000 രൂപ പോലൊരു തുക മാറ്റിവെക്കാൻ കഴിയുന്നവരുമായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ HDFC ലൈഫ് പുതിയൊരു അവസരം ഒരുക്കിയിട്ടുണ്ട്. അവരുടെ പുതിയ NFO ആയിട്ടുള്ള ഡൈനാമിക് അഡ്വാൻറ്റേജ് ഫണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ മാസം 16 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ഇവിടെ മാർക്കറ്റ് സൈക്കിൾ അനുസരിച്ചാണ് നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നത്. അതായത് മാർക്കറ്റ് നല്ലതുപോലെ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ പണം മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിലും, മാർക്കറ്റ് മോശമായി പെർഫോം ചെയ്യുമ്പോൾ ലാർജ് ക്യാപ്പിലും ഡെപ്റ്റിലുമാണ് നിക്ഷേപിക്കുന്നത്. ഇവരുടെ പ്രീവിയസ് ഫണ്ടായിട്ടുള്ള HDFC ഡിസ്കവറി ഫണ്ട് ഇതുവരെ 23.2% റിട്ടേൺസും കഴിഞ്ഞ 5 വർഷങ്ങളിലായി 27.4% ശരാശരി വാർഷിക റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ NAV വെറും 10 രൂപയാണ്. അതുപോലെ തന്നെ പ്രതിമാസം അടയ്ക്കുന്ന തുകയുടെ 120 മടങ്ങ് ലൈഫ് കവറും അവൈലബിൾ ആണ്. പിന്നെ വാർഷിക പ്രീമിയം 2.5 ലക്ഷം രൂപ വരെ അടച്ചാൽ സെക്ഷൻ 10(10D) പ്രകാരം തിരിച്ചു കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഉണ്ടാകുന്നതല്ല. ഇത് NRI സുഹൃത്തുക്കൾക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, ഈ NFOയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 16 വരെയാണ്. ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി ചെക്കൊക്കെ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, കാരണം ശകുനി എങ്ങനത്തെ ഒരു യോദ്ധാവാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റിൽ പറയുന്നുണ്ട്. കുരുക്ഷേത്രത്തിലുള്ള ശകുനിയുടെ ചില പ്രകടനങ്ങളൊക്കെ എടുത്തിട്ടെ, അപ്പം അതുവരെ ഒന്ന് കേൾക്കുക. ഇനി നമുക്ക് സമയം കളയാതെ മഹാഭാരതത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരിൽ ഒരാളായ ശകുനിയെക്കുറിച്ച് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ശകുനി എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാ ആളുകളുടെ മനസ്സിലും വരുന്നത് എന്താണ്? കുരുവംശത്തിൻ്റെ അടുത്തും ഭീഷ്മരടുത്തും പകയുള്ള വ്യക്തി. കുരുവംശത്തിനെ നശിപ്പിക്കാനായിട്ടാണ് ഇയാൾ ദുര്യോധനനെ സിംഹാസനത്തിലിരുത്തണമെന്നെല്ലാം ആഗ്രഹിച്ചത്. എന്നാൽ അത് ശരിയല്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ശകുനിയുടെ ഒരു 99 സഹോദരന്മാരുടെ ഒരു കഥ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? ആ കഥയിൽ നിന്നും അതിൻ്റെ നിജസ്ഥിതിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ക്ഷമയോടെ ഒന്ന് കേൾക്കുക കേട്ടോ. ശകുനിക്ക് 99 മൂത്ത സഹോദരന്മാരുണ്ടായിരുന്നു. ഏറ്റവും ഇളയ ആളായിരുന്നു ശകുനി എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗാന്ധാരിയുടെ വിവാഹത്തിന് മുൻപായിട്ട് ജ്യോതിഷപ്രകാരം ഗാന്ധാരിക്ക് എന്തോ ജാതകദോഷമുണ്ടെന്നോ, അത് കാരണം ഗാന്ധാരി വിവാഹം ചെയ്യുന്ന ഭർത്താവ് മരിച്ചു പോകുമെന്നും ഒരു പ്രവചനം വന്നു. അപ്പോൾ സുബല മഹാരാജാവ് ഭയന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗാന്ധാരിയെ ഒരു ആടിനെ കൊണ്ട് ആദ്യം വിവാഹം കഴിപ്പിച്ചിട്ട് ആ ആടിനെ അങ്ങ് തട്ടിക്കളഞ്ഞു. ഇതിനു ശേഷമാണ് ഭീഷ്മർ കല്യാണാലോചനയായിട്ട് വരുന്നതും ഭീഷ്മരുടെ പേര് കേട്ടപ്പോൾ തന്നെ ധൃതരാഷ്ട്രർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തതും. എന്നാൽ ഭീഷ്മർ ഇത് പിന്നീട് തിരിച്ചറിയുകയും ടെക്നിക്കലി ഒരു വിധവേനയാണ് തൻ്റെ രാജകുമാരന് സുബല മഹാരാജാവ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തതെന്നും അറിഞ്ഞ ഭീഷ്മർ ദേഷ്യത്തിൽ ഗാന്ധാരിയുടെ അച്ഛനായിട്ടുള്ള സുബല മഹാരാജാവിനെയും അദ്ദേഹത്തിൻ്റെ 100 പുത്രന്മാരെ, അതായത് 99 സഹോദരന്മാരെയും ശകുനിയെയും തുറുങ്കിലടയ്ക്കുകയും തുറുങ്കിലടച്ചതിന് ശേഷം ഓരോ ദിവസവും ഒരു പിടി അരി മാത്രം ഭക്ഷണമായി കൊടുക്കുകയും ചെയ്തു. ഇവരെല്ലാവരും ശകുനിക്ക് ഒരു പിടി അരി ഭക്ഷണം കൊടുത്തുവെന്നും എല്ലാവരും മരിച്ചു, ശകുനി മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെന്നും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ശകുനിക്ക് കുരുവംശത്തിൻ്റെ അടുത്ത് ദേഷ്യമെന്നൊരു കഥയുണ്ട്. മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ശകുനിയുടെ സഹോദരിയെ കണ്ണ് കാണാൻ വയ്യാത്ത ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനായിട്ട് നിന്നതുകൊണ്ടാണ് ഭീഷ്മരടുത്തും കുരുവംശത്തിൻ്റെ അടുത്തും ശകുനിക്ക് ദേഷ്യം ഉണ്ടായതും ഇതെല്ലാം കാണിച്ചു തന്നു. എന്നാൽ ഈ പറയുന്നതൊന്നും തന്നെ വ്യാസമഹാഭാരതത്തിലില്ല. ഇതെല്ലാം കെട്ടുകഥകളാണ്, നാടോടി കഥകളാണ്, ഇങ്ങനെയൊന്നുമല്ല.
ശകുനിക്ക് 99 സഹോദരന്മാരൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഗാന്ധാരിയുടെ ജാതകവശാലുള്ള പ്രശ്നം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഗാന്ധാരി ആദ്യം വിവാഹം കഴിച്ചത് ഈ പറഞ്ഞ ധൃതരാഷ്ട്രയെ തന്നെയായിരുന്നു. ആ കഥയിൽ പറയുന്നുണ്ട്, ശകുനിയുടെ എല്ലാ സഹോദരന്മാരും മരിച്ചു, സുബല മഹാരാജാവും മരിച്ചതിന് ശേഷമാണ് ശകുനി ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം സുബല മഹാരാജാവ്, ശകുനിയുടെ അച്ഛനെക്കുറിച്ച് പറയാം. ആ കഥയിൽ മരിച്ചു എന്ന് പറയപ്പെടുന്ന ശകുനിയുടെ അച്ഛനായിട്ടുള്ള സുബല മഹാരാജാവ് പിന്നീട് യുധിഷ്ഠിരൻ്റെ രാജസൂയ ഉണ്ടല്ലോ ആ സ്ഥലത്ത് വരുന്നുണ്ട്. സഭാപർവത്തിൽ യജ്ഞത്തിൽ പങ്കെടുക്കാൻ വരുന്ന മഹാന്മാരുടെ പേര് പറയുമ്പോൾ സുബല മഹാരാജാവും ശകുനിയും അവിടെ വന്നെടുത്ത് പറയുന്നുണ്ട്. അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ കൊടുത്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആദ്യം പറഞ്ഞ ഒരു കഥ, ശകുനിയുടെ 99 സഹോദരന്മാരെയും സുബല മഹാരാജാവിനെയും ഭീഷ്മരെ പിടിച്ച് പൂട്ടിയിട്ടു എന്ന് പറയുന്ന കഥ വെറും കെട്ടുകഥയാണ്. അങ്ങനെ വ്യാസമഹാഭാരതത്തിലില്ല എന്നുള്ളത് ഇത് ആദ്യത്തെ തെറ്റിദ്ധാരണ. അപ്പോൾ ശകുനിക്ക് 99 സഹോദരന്മാരുണ്ടായിരുന്നു. ശകുനിയുടെ സഹോദരന്മാരെ എല്ലാവരെയും തട്ടിയായിരുന്നു? ഇല്ല, ആ കഥയും തെറ്റാണ്. കാരണം ഇതിനുശേഷം പലതവണ ശകുനിയുടെ പല സഹോദരന്മാരെ പല സന്ദർഭത്തിലും പറയുന്നുണ്ട്. അതിലൊന്നാണ് ദ്രൗപദി സ്വയംവരം. ദ്രൗപദി സ്വയംവരത്തിൽ വരുന്ന മഹാന്മാരെ ദൃഷ്ടദ്യുമ്നൻ പറയുമ്പോൾ ആ സമയത്ത് ശകുനിയെയും അതുപോലെ ശകുനിയുടെ 2 സഹോദരന്മാർ, വൃഷകൻ ഉൾപ്പെടുന്ന 2 സഹോദരന്മാരെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. വൃഷകൻ എന്ന് പറയുന്നത് ശകുനിയുടെ ഒരു സഹോദരൻ്റെ പേരാണ്. അപ്പോൾ എപ്പോഴാണ് ശകുനിയുടെ സഹോദരന്മാർ യഥാർത്ഥത്തിൽ മരിച്ചത്? അവർ കുരുക്ഷേത്ര യുദ്ധം വരെ ജീവിച്ചിരുന്നു പേരുടെ സഹോദരന്മാർ. സത്യം പറഞ്ഞാൽ ശകുനിക്ക് 99 സഹോദരന്മാരൊന്നും ഇല്ല കേട്ടോ. ആകപ്പാടെ ഉണ്ടായിരുന്ന സഹോദരന്മാരെല്ലാവരും കുരുക്ഷേത്ര യുദ്ധം വരെ ജീവിച്ചിരുന്നു. അതിൽ 4 പേരെ അർജുനന് ഉലൂബി എന്ന് പറയുന്ന നാഗകന്യകയിലുണ്ടായ നാഗരാജകുമാരനായിട്ടുള്ള ഇരവാൻ വധിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള 2 സഹോദരന്മാരെ അർജുനനും വധിക്കുന്നുണ്ട്. അപ്പോൾ ശകുനിയുടെ 99 സഹോദരന്മാരുടെ കഥ എന്ന് പറയുന്നത് വെറും നാടോടി കഥയാണ്. അത് വ്യാസമഹാഭാരതത്തിലില്ല. അതുപോലെ ശകുനി എന്ന് പറയുന്നത് മോഡേൺ ഇൻ്റർപ്രിട്ടേഷൻസിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു കഥാപാത്രമാണ് അല്ലേ? അതിലൊരു തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോഴത്തേക്കും ശകുനി തൻ്റെ സഹോദരീ പുത്രന്മാരൊക്കെ മരിച്ചാലും കുഴപ്പമില്ല, തൻ്റെ വാശി, തനിക്ക് കുരുവംശത്തിൻ്റെ അടുത്തുള്ള പ്രതികാരം നിറവേറാനായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരാളായിട്ടാണ് കാണിച്ചേക്കുന്നത്. എന്നാൽ അങ്ങനെ ഒന്നുമല്ല. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ശകുനി നല്ലൊരു അമ്മാവനാണ്. ഇപ്പം ഞാനിത് പറയുമ്പോൾ പല ആളുകളുമേ അതെങ്ങനെ ശരിയാവുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പറഞ്ഞുതരാം. അതിനു മുൻപായിട്ട് ശകുനിക്കും സുബല മഹാരാജാവിനും അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടായിരുന്നോ? അതിൻ്റെ പുറത്ത് ശകുനിക്ക് എന്തെങ്കിലും വിദ്വേഷമോ വൈരാഗ്യമോ ഭീഷ്മരോടുണ്ടായിരുന്നോ? ഇല്ല. ഇത് മോഡേൺ ഇൻ്റർപ്രിട്ടേഷൻസിലും സീരിയലുകളിലുമായിട്ട് എഴുതി വച്ചേക്കുന്നൊരു കഥ മാത്രമാണ്. വ്യാസമഹാഭാരതത്തിലോട്ട് പോകുമ്പോഴത്തേക്കും ആദ്യം സുബല മഹാരാജാവിനും ശകുനിക്കും ഒരു ചെറിയൊരിത് തോന്നിയിട്ടുണ്ടാവണം. പക്ഷെ പിന്നീട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ശകുനിയും സുബല മഹാരാജാവും ഗാന്ധാരിയെ ധൃതരാഷ്ട്രക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. കാരണം ഗാന്ധാരം എന്ന് പറയുന്ന ദേശം, ആ രാജ്യം മറ്റൊരുപാട് ശക്തമായിട്ടുള്ള രാജ്യങ്ങളെ സറൗണ്ട് ചെയ്താണ് നിന്നിരുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഗാന്ധാരിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും അതുപോലെ 100 പുത്രന്മാരെ കിട്ടാനായിട്ടുള്ള വരദാനം ലഭിച്ചിട്ടുള്ള ആളാണ് ഗാന്ധാരി എന്ന കാര്യവും അറിഞ്ഞ് മഹാമയനായ ഭീഷ്മരവിടെ എത്തുന്നത്. മഹാമയനായ ഭീഷ്മരവിടെ എത്തിയപ്പോഴത്തേക്കും ആദ്യം തന്നെ ഇവരുടെ മനസ്സിൽ വന്നൊരൊറ്റ ചിന്ത എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ രാജ്യത്തിലേക്ക് വന്നേക്കുന്നത് ആര്യാവർത്തൻ എന്ന് പറയുന്ന ആ സ്ഥലത്തെ ഏറ്റവും പ്രശസ്തനും പ്രതാപശാലിയും ശക്തിമാനുമായിട്ടുള്ള യോദ്ധാവാണ്. ഭീഷ്മർ ഒരു വര വരച്ചാൽ അതിനപ്പുറം കടക്കാൻ ധൈര്യമുള്ള ഒരൊറ്റ രാജാക്കന്മാരും ആ കാലത്ത് ജീവിച്ചിരുന്നില്ല. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരാൾ വന്നിട്ട് അവരുടെ കുടുംബവുമായിട്ടൊരു അലയൻസ് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത് ആ ശക്തനായിട്ടുള്ള മഹാൻ ഇരിക്കുന്ന ഹസ്തനപുരം എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ കുരുവംശവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അവരുടെ സേഫ്റ്റി കുറേ എൻഷുറാവുകയാണ് ചെയ്യുന്നത്. രാജതന്ത്രപ്രകാരം അവർ ആ സേഫ്റ്റിയാണ് ആ സമയത്ത് അവിടെ കണ്ടത്. സന്തോഷത്തോടു കൂടി തന്നെയാണ് ശകുനി ഹസ്തിനപുരത്തിലേക്ക് ഗാന്ധാരിയെ കൊണ്ടുവിടാനായിട്ട് വരുന്നത്. ആ സമയത്ത് ശകുനി വരുമ്പോൾ നല്ല രീതിക്കാണ് ഭീഷ്മർ ശകുനിയെ സ്വീകരിച്ചതും ഒരുപാട് ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുത്താണ് ശകുനിയെ തിരിച്ചു വിടുന്നത്. സന്തോഷത്തോടെയാണ് പോയത്. അടുത്തത്, ശകുനി ഒരു നല്ല അമ്മാവനാണെന്ന് പറഞ്ഞത്. അതാണ് മിക്ക ആളുകൾക്കും കൺഫ്യൂഷൻ ആയതല്ലേ. എങ്ങനെ തെറ്റ് ചെയ്യാൻ പോകുന്ന സഹോദരി പുത്രന്മാരെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ എന്തേ ഒരു നല്ല അമ്മാവൻ? എന്നാൽ അതിന് പലതവണ ശകുനി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യം ഈ പറഞ്ഞ ദുര്യോധനൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി സമ്പത്തും പ്രതാപവും എല്ലാം കണ്ട് അന്തം വിട്ട് വിഷമിച്ച് കുറച്ച് അസൂയയൊക്കെ വന്നിട്ട് ഹസ്തിനപുരത്ത് ഭയങ്കര വിഷമത്തിൽ വന്നിരുന്നു. ആ സമയത്ത് അതീവ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയുമാണ് ശകുനി ദുര്യോധനൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, മോനെ
യുധിഷ്ഠിരനും മറ്റു പാണ്ഡവരുമെല്ലാം അവരുടെ സാമർഥ്യം കൊണ്ടും കഴിവുകൊണ്ടുമാണ് ഇന്ദ്രപ്രസ്ഥം നേടിയെടുത്തത്. അർജുനൻ ഗാണ്ഡീവം കൊണ്ടും അവൻ്റെ ബാഹുബലം കൊണ്ടുമാണ് മറ്റുള്ള രാജാക്കന്മാരുമായിട്ട് സൗഹൃദം നേടിയെടുത്തത്. മയനെ അവൻ രക്ഷിച്ചു. മയൻ്റെ സഹായത്താൽ അവൻ അങ്ങനെ ഒരു കൊട്ടാരം കിട്ടി. അവരുടെ മിടുക്കുകൊണ്ടാണ് അവർക്ക് അത്രയും സമ്പത്തുണ്ടായത്. അത് കണ്ട് നീ അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ല. അത് കണ്ട് നീ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. കാരണം എന്താണ്? നീ ആരാണെന്ന് നീ മറക്കരുത്. നീ ആരാണ്? നീ ഹസ്തിനപുരത്തെ യുവരാജാവാണ്. നിനക്ക് 99 സഹോദരന്മാരും മഹായോദ്ധാക്കളായിട്ടുള്ള 99 സഹോദരന്മാരുടെ പിന്തുണയുണ്ട്. പിന്നെ ആരാ നിൻ്റെ കൂടെ ഉള്ളത്? മഹാമയനായ ഭീഷ്മരുണ്ട്, ദ്രോണാചാര്യരുണ്ട്, ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥാമാവുണ്ട്, മഹാരഥന്മാരാണ്. അതുപോലെ കൃപാചാര്യരുണ്ട്. എന്തിന് പറയണം, അംഗരാജൻ, മഹാരഥൻ, വൈകർത്തനൻ, കർണൻ നിൻ്റെ കൂടെയുണ്ട്. ഇവരൊക്കെ പോരെ നിനക്ക്? പിന്നെ ഞാൻ നിൻ്റെ അമ്മാവൻ നിൻ്റെ കൂടെയുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഒത്തിറങ്ങിയാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും എന്താ പറയുക പോരാടി ജയിച്ച് നമ്മുടെ കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ലേ? നമുക്ക് വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? നമുക്ക് എന്തിൻ്റെ കുറവാ ഉള്ളേ? അപ്പോൾ ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, അമ്മാവൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് എന്തായാലും ഒരു സന്തോഷമുണ്ട്. വാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോയി പാണ്ഡവരുമായിട്ട് അടികൂടി അവരുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ രാജ്യം എല്ലാം പിടിച്ചെടുക്കാം എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശൗനി പറയും, ബെസ്റ്റ്. ഞാൻ പറഞ്ഞത് അതല്ല, നമുക്ക് മറ്റുള്ള രാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കാമെന്നാണ് പറഞ്ഞത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. വാസുദേവ ശ്രീകൃഷ്ണൻ, അർജുനൻ, ഭീമസേനൻ, യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, ദ്രുപദപുത്രൻ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്താലേ ദേവകൾ ഇറങ്ങി ഒന്ന് ഫൈറ്റ് ചെയ്താൽ പോലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വിടാം, അത് നിന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല എന്ന് ശകുനി പറയുന്നുണ്ട്. ശകുനി എന്ന് പറയുമ്പോൾ അതീവ ബുദ്ധിമാനായിരുന്നു. കാരണം ശകുനിക്ക് തൻ്റെ എല്ലാ ശത്രുക്കളെയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ആളുകളുടെയും ശക്തിയെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ദുര്യോധനനോട് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ ഭയങ്കര വിഷമത്തിലായി. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ദുര്യോധനൻ പറഞ്ഞു, എന്തായാലും നമ്മൾ കൂട്ടിയാൽ കൂടത്തില്ല, പക്ഷേ യുദ്ധമില്ലാതെ നിനക്ക് വേണേ അവൻ്റെ സമ്പത്തെല്ലാം ഞാൻ നിനക്ക് പിടിച്ചു തരാം. ഏത് സമ്പത്ത് കണ്ടിട്ടാണോ നിനക്ക് വിഷമം വന്നത്, ഏത് സമ്പത്ത് കണ്ടിട്ടാണോ നീ ഇപ്പം നിൻ്റെ ലൈഫിൻ്റെ ഒരു അർത്ഥം പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ വിഷമിച്ചിവിടെ ഇരിക്കുന്നത്, ആ സമ്പത്തല്ല യുദ്ധമില്ലാതെ ഞാൻ നിനക്ക് നേടിത്തരാം. കാരണം യുധിഷ്ഠിരന് ചൂതുകളി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവന് നേരെ കളിക്കാൻ അറിഞ്ഞൂടാ. ആ ഭാരതദേശത്തിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ചൂതുകളിക്കാരൻ ശകുനിയായിരുന്നു. അത് ശകുനിക്ക് നല്ലപോലെ അറിയുകയും ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ശകുനിയുടെ പകിട, ആ പകിട സുബല മഹാരാജാവിൻ്റെ എല്ല് വെച്ചാണ് ഉണ്ടാക്കിയതെന്ന് പറയുമല്ലോ. ആ പാവപ്പെട്ടവൻ്റെ എല്ല് കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല. കാരണം ആ കാലഘട്ടത്തിൽ സുബല മഹാരാജാവ് ജീവനോടെ ഉണ്ടായിരുന്നു. ഈ പകിടകളി നടക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ എല്ല് വെച്ചൊരിക്കലും പകിട ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ശകുനിയുടെ പകിടയ്ക്ക് ഒരു മാജിക്കൽ ഇതുള്ള പകിടയായിരുന്നു. ശകുനി ചില്ലറക്കാരനല്ലായിരുന്നു കേട്ടോ. അത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയാം. നമ്മൾ സീരിയലിൽ കണ്ടതുപോലെയും മറ്റ് കഥകളിലും കണ്ടതുപോലെ ഒരു ചില്ലറക്കാരനല്ലായിരുന്നു ശകുനി. അപ്പോൾ ശകുനി പറഞ്ഞു, പകിടകളിയിൽ എന്തായാലും യുധിഷ്ഠിരനെ തോൽപ്പിച്ച് ഞാനെല്ലാം നേടിത്തരാമെന്ന് പറയും. പിന്നെ പകിടകളിയിൽ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പകിടകളിക്ക് ശേഷമാണ് ഇവർ വനവാസത്തിന് പോയതും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരിച്ചു വന്ന് ഇന്ദ്രപ്രസ്ഥം ആവശ്യപ്പെടുന്നതുമൊക്കെ. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കണം. കുരുക്ഷേത്ര യുദ്ധമുണ്ടാകാൻ കാരണക്കാരൻ ശകുനിയാണ്. ശകുനി മഹാഭാരത യുദ്ധത്തിന് കാരണക്കാരനാണോ എന്ന സംഭവത്തെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഈ ചൂതുസഭയിൽ വെച്ച് നടന്ന കാര്യങ്ങൾക്ക് ശേഷം ഇവർ വനവാസത്തിന് പോയി തിരിച്ചു വരുമ്പോഴുള്ള സമയത്തെക്കുറിച്ച് പറയണം. പഞ്ചപാണ്ഡവന്മാർ കൃഷ്ണൻ്റെ സഹായത്തോടെ ഇവിടെ ദൂത് വന്ന് ഇന്ദ്രപ്രസ്ഥം ആവശ്യപ്പെടുന്നു. 5 രാജ്യം അല്ലെങ്കിൽ 5 ഗ്രാമം ഇതൊക്കെ ആവശ്യപ്പെട്ട് കൊടുക്കത്തില്ല, സൂചി കുത്താൻ പോലും ഇടം കൊടുക്കത്തില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് യുദ്ധമുണ്ടായതെന്നല്ലേ ഫേമസ് ഫിലിം ഡയലോഗ്. അതുമാത്രമല്ല, അതാണ് പലയിടങ്ങളിലും കാണിച്ചേക്കുന്നതും പല മോഡേൺ ഇൻ്റർപ്രിട്ടേഷൻസിലും നമ്മൾ കേൾക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വ്യാസമഹാഭാരതത്തിലേക്ക് പോകുമ്പോൾ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ, ഇന്ദ്രപ്രസ്ഥം പാണ്ഡവർ വന്ന് ചോദിക്കുമ്പോൾ ശകുനി ദുര്യോധനനോട് പറയും, നിനക്കതുണ്ട്, നിനക്കിതുണ്ട്, നിനക്ക് രത്നങ്ങളുണ്ട്, നിനക്ക് ഈ ബന്ധുജനങ്ങളുണ്ട്, ബന്ധുബലമുണ്ട്, നിനക്ക് ഹസ്തിനപുര സാമ്രാജ്യമുണ്ട്, നിനക്കതുണ്ട്, ഇതുണ്ട്, ഇതെല്ലാം നിനക്കില്ലേ? ഇന്ദ്രപ്രസ്ഥം നീ അങ്ങ് അവർക്ക് തിരിച്ചു കൊടു, അത് അവരുടെ രാജ്യമല്ലേ, അത് തിരിച്ചു കൊടുത്തെന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇനി സംഭവം കൊടുക്കുന്നതിൽ കുറച്ച് കുറഞ്ഞു പോയാലും പാണ്ഡവരതിന് പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. അത് ശകുനിക്ക് നല്ലപോലെ അറിയായിരുന്നു. അതുകൊണ്ടാണ് ശകുനി പറയുന്നത് അതങ്ങ് കൊടുക്ക്. കാരണം ഒരു യുദ്ധം ഉണ്ടായാൽ നമുക്ക് ആർക്കും അവന്മാരുടെ മുമ്പ് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ശകുനിക്കറിയാം കൃഷ്ണ അവരുടെ പക്ഷത്ത് കാണുമെന്നേ. അപ്പോൾ ഒരു കാരണവശാലും യുദ്ധമുണ്ടാവാതെ ഇരിക്കാനായിട്ട് ശകുനി തൻ്റെ മരുമകൻ്റെ അടുത്ത്, അതായത് സഹോദരി പുത്രൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ മോനെ, അവർക്ക് അധികാരപ്പെട്ടത് നീ ഒന്ന് തിരിച്ചു കൊടു. അപ്പോൾ ഒതുക്കത്തില്ല എന്നുള്ള തീരുമാനം വന്നതുകൊണ്ടാണ് യുദ്ധമുണ്ടായത്. മഹാമയനായ ഭീഷ്മർ, 100 കണക്കിന് യുദ്ധങ്ങളിൽ ജയിച്ച, 100 കണക്കിന് യുദ്ധങ്ങൾ കണ്ട മഹാമയനായ ഭീഷ്മർക്ക് യുദ്ധം വേണ്ടായിരുന്നു. മഹാഗുരു ദ്രോണാചാര്യർക്ക് യുദ്ധം വേണ്ടായിരുന്നു. മഹാരാജാവ് ധൃതരാഷ്ട്രർക്ക് യുദ്ധം വേണ്ടായിരുന്നു.
ഈയൊരു കൗരവപക്ഷത്തിലുള്ള ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായിട്ടുള്ള ശകുനിക്ക് യുദ്ധം വേണ്ടായിരുന്നോ? അശ്വത്ഥാമാവിന് യുദ്ധം വേണ്ടായിരുന്നു, വിതുരർക്ക് യുദ്ധം വേണ്ടായിരുന്നു, കൃപാചാര്യർക്കും യുദ്ധം വേണ്ടായിരുന്നു. അപ്പോൾ ആർക്കാണ് യുദ്ധം വേണ്ടിയിരുന്നത്? യുദ്ധത്തിനായി പുഷ് ചെയ്തതും അംഗരാജൻ, വൈകർത്തനൻ, കർണനാണ്. അതെ, കർണനാണ് മഹാഭാരത യുദ്ധമുണ്ടാകാൻ കാരണക്കാരനെന്ന് നമുക്ക് പറയേണ്ടി വരും. എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്, കാരണം എനിക്ക് ആ കഥാപാത്രത്തിന് ഇഷ്ടമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വിദ്വേഷമില്ല. നമ്മൾ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ വികർണൻ്റെ ഒരു ഡയലോഗുണ്ട്. വികർണൻ പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എണീച്ചു നിന്ന് എല്ലാവരുടെ അടുത്ത് സംസാരിക്കും. 100 കൗരവന്മാരിലെ ഒരു സഹോദരനാണ് വികർണൻ, ധനുർധാരിയായിട്ടുള്ള വികർണൻ. വികർണൻ എണീച്ച് എല്ലാവരോടും പറയും, ഇത് ചെയ്യുന്നത് ശരിയാണോ, ഇതെന്ത് അധർമ്മമാണ്, നമ്മൾ ക്ഷത്രിയന്മാരാണ്, ഈ ചൂത് കളിച്ചത് നേടിയത് തന്നെ തെറ്റാണ് എന്നും പറഞ്ഞൊരു വലിയൊരു സ്പീച്ചുണ്ട് വികർണൻ്റെ. ഈ ഒരു സ്പീച്ച് കേട്ടപ്പോൾ ചൂതുസഭയിലുള്ള എല്ലാ രാജാക്കന്മാരും വികർണൻ്റെ സൈഡായി ശകുനിയെ കുറ്റം വരെ പറഞ്ഞു തുടങ്ങി, ഈ ചൂതുകൾ നടത്തിയതിന് കുറ്റം വരെ പറഞ്ഞു തുടങ്ങി. ആ സമയത്ത് അവിടെ എണീച്ച്, വികർണ, നീ പറയുന്നത് തെറ്റാണ്, ഇവിടെ എന്തിറങ്ങിയറാൻ പോകുന്നു അതനുവദിക്കണം, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തണമെന്ന് പറഞ്ഞത് അംഗരാജാവ് കർണനാണ്. ഇവരിലേക്ക് വെച്ച് ഏറ്റവും മൂത്ത ആളാണ് കർണൻ. കൗരവന്മാരെയും പാണ്ഡവരെയും വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി അനുസരിച്ച് യുദ്ധവും കോൺഫ്ലിക്റ്റും ഒക്കെ ഒഴിവാക്കിയാണ് മുതിർന്ന ഒരാൾ ചെയ്യേണ്ടിയിരുന്നത്. കർണൻ അതല്ല ചെയ്തത്. അപ്പോൾ ശകുനി ഒരിക്കലും നമുക്ക് മോശക്കാരനായിട്ടുള്ളൊരു അമ്മാവനെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പല സാഹചര്യങ്ങളിൽ ശകുനി ദുര്യോധനനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്, ചെയ്യുന്ന തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നീ അത് ചെയ്യാൻ പാടില്ല, നിനക്കിതൊക്കെ ഇല്ലേ എന്നും പറഞ്ഞുള്ള കാര്യങ്ങളിലേക്ക് ദുര്യോധനൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. എന്നിട്ടും ദുര്യോധനൻ വിഷമിച്ചിരുന്നപ്പോഴാണ് ശകുനി, ഓക്കെ, നേരിട്ട് യുദ്ധം ചെയ്താൽ ഒരു പക്ഷെ നമുക്ക് അവരുടെ അടുത്ത് ജയിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വളഞ്ഞ വഴിയിൽ കൂടെ നിനക്ക് വേണ്ടതെല്ലാം നേടിത്തരാം എന്ന് പറഞ്ഞ് എത്ര മാമന്മാരത് ചെയ്യും? ചില മാമന്മാർ സഹോദരീപുത്രന്മാരും സഹോദരീപുത്രികളും സ്നേഹം കാണിച്ചാൽ മൈൻഡ് ചെയ്ത് പോലുമില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശകുനി തങ്കം. കാരണം എന്താണ്? എനിക്കിനി ഒന്നും വേണ്ട, ഞാൻ ഭക്ഷണവും കഴിയൂല, എനിക്ക് എന്താ പറയുക, എനിക്ക് ഒന്നിനും താല്പര്യമില്ല എന്നും പറഞ്ഞിങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന സഹോദരീപുത്രനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. നടക്കാതെ വന്നപ്പോൾ വളഞ്ഞ വഴിയിൽ കൂടെ കാര്യം സാധിച്ചു കൊടുത്ത ആളാണ് ശകുനി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അയാൾ ഒരിക്കലും മോശക്കാരനായിട്ടുള്ള ഒരു അമ്മാവനാണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ചില മോശമായിട്ടുള്ള ഈ ഒരു പകിടകളി, അത് വളരെ മോശപ്പെട്ട പരിപാടിയായിരുന്നു പുള്ളിക്കാരൻ ചെയ്തത്. അത് തന്നെയാണ് പുള്ളിയുടെ വീഴ്ചയ്ക്കുള്ള കാരണമായത്. പിന്നെ മറ്റൊരു കാര്യം, കൗരവന്മാരുടെ മാസ്റ്റർ ടാക്ടീഷ്യൻ ആയിരുന്നു ശകുനി, അല്ലേ? അതായത് കൗരവന്മാർക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്ത്രങ്ങളെല്ലാം മെനഞ്ഞു കൊടുത്തത് ശകുനിയാണ്. ഇന്ന ദിവസം ഇന്നയാൾ പോരിനിറങ്ങട്ടെ, ഇന്ന ദിവസം ഇന്ന ആളുമായിട്ട് ഫൈറ്റ് ചെയ്യട്ടെ എന്നെല്ലാം പറഞ്ഞു കൊടുത്തത് ശകുനിയാണല്ലേ. വ്യാസമഹാഭാരതത്തിലേക്ക്, ഒത്തൻറ്റിക് വ്യാസമഹാഭാരതത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ശകുനിക്ക് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലല്ലാതെ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലോ യുദ്ധതന്ത്രം മെനയുന്നതിലോ ഒരു റോളും ഇല്ലായിരുന്നു. 10 ദിവസം ഭീഷ്മർ ജീവിച്ചിരുന്ന സമയത്ത് ഭീഷ്മരല്ലാതെ വേറെ ആരാ പ്ലാൻ ചെയ്യുക? അത്രത്തോളം എക്സ്പീരിയൻസും യുദ്ധതന്ത്രവും അറിയാവുന്ന വേറൊരാളുണ്ടോ? ഇല്ല. ഭീഷ്മർ, ദ്രോണർ, അംഗരാജാവ് കർണൻ, ഇവരൊക്കെ ആയിരുന്നു കൗരവപക്ഷത്തിന് വേണ്ടി പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നത്. ശകുനി അല്ലാതെ മെയിൻ പ്ലാനിങ് ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞ ശകുനിക്ക് എന്താ പറയുക, നമ്മൾ സീരിയലിൽ കണ്ടിട്ടുണ്ട് ശകുനി കൃഷ്ണനെ കയറി ചാലഞ്ച് ചെയ്യുന്നത്, അല്ലേ? പകിടെ ഏതൊക്കെ സമയത്ത് കൃഷ്ണനെ ചാലഞ്ച് ചെയ്യുന്നത് കാണുന്നുണ്ട്. വ്യാസമഹാഭാരതത്തിലെ ശകുനി ലോകത്തിൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആളാണ്. അയാൾ ഒരിക്കലും ആ വിവരക്കേട് കാണിക്കത്തില്ല. കൃഷ്ണനെ കയറി ചാലഞ്ച് ചെയ്താൽ ഒരു രക്ഷയും കാണത്തില്ലെന്ന് ശകുനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു. ശകുനി അങ്ങനെയൊന്നും വ്യാസമഹാഭാരതത്തിൽ ചെയ്തിട്ടുമില്ല. അത് വേറെ കാര്യം. ഇനി മറ്റൊരു കാര്യം, അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശകുനി എന്ന യോദ്ധാവ് എങ്ങനെയായിരുന്നു? നമ്മൾ സീരിയലുകളിലും മോഡേൺ ഇൻ്റർപ്രിട്ടേഷൻസിലൊക്കെ ശകുനിയെ കണ്ടിരിക്കുന്നത് അംഗവൈകല്യമുള്ള ഒരാളായിട്ടാണ്, അല്ലേ? ഇങ്ങനെ കാല് വയ്യാത്ത ഒരാളായിരുന്നു ശകുനി എന്നാണ് കാണുന്നത്, അല്ലേ? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കാം, അങ്ങനെ അംഗവൈകല്യമുള്ള ഒരാളെ യുദ്ധഭൂമിയിലേക്ക് പ്രവേശിക്കാൻ ഭീഷ്മർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശകുനിക്ക് ഒരു അംഗവൈകല്യവും ഇല്ലായിരുന്നു. ശകുനി കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ളൊരു യോദ്ധാവായിരുന്നു. ഭീഷ്മർ ശകുനിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ശകുനി ഒരൊറ്റ രഥിയാണ്, അവൻ നന്നായി പോരാടും, വായുവേഗത്തിൽ പറന്നു പോരാടാൻ അയാൾക്ക് നല്ലതുപോലെ സാധിക്കും. അതുപോലെ തന്നെ യുദ്ധഭൂമിയിൽ അതുല്യനായിട്ട് പോരാടാൻ കഴിയുന്ന ഒരാളാണ് ശകുനി. അതുപോലെ ഒട്ടുമിക്ക എല്ലാ ആയുധങ്ങളും, പല ആയുധങ്ങളും ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു തികഞ്ഞ യോദ്ധാവാണ് ശകുനി. അതിലൊരു സംശയവും വേണ്ട എന്നാണ് ഭീഷ്മർ പറഞ്ഞിട്ടുള്ളത്. ഭീഷ്മർ അങ്ങനെ പറയണമെങ്കിൽ ശകുനി എത്രയും നല്ലൊരു യോദ്ധാവായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, കൗരവന്മാരുടെ പടകളിൽ ഒരു അക്ഷൗഹിണിപ്പടയുടെ തലവൻ ശകുനിയായിരുന്നു. ശകുനി ഒരു അക്ഷൗഹിണിപ്പടയെ ലീഡ് ചെയ്ത ആളായിരുന്നു. യുദ്ധഭൂമിയിൽ ശകുനി പേടിച്ചോടുന്നതായിട്ടും വാള് വെച്ച് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ കാണിക്കുന്ന ആളായിട്ടുമൊക്കെയാണ് ശകുനിയെ കാണിച്ചേക്കുന്നത്. പക്ഷേ
ശകുനി അങ്ങനത്തെ ഒരാളല്ലായിരുന്നു. യുദ്ധഭൂമിയിൽ ശകുനി ഗംഭീരമായിട്ട് പോരാടുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. ചിലത് ഞാൻ പറയാം. മഹാഭാരതത്തിൻ്റെ ആദ്യത്തെ ദിവസം യുധിഷ്ഠിരന് പാഞ്ചാലിയിലുണ്ടായ പുത്രനുമായിട്ട് ശകുനി ഏറ്റുമുട്ടുന്നുണ്ട്. ശകുനി യുധിഷ്ഠിരൻ്റെ പുത്രനുമായിട്ട് കട്ടയ്ക്ക് കട്ട നിൽക്കുന്നുണ്ട്. സമാസമം അവർ പോരാടിക്കൊണ്ടിരുന്നു. സഹദേവനായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. ആ സമയത്തും ശകുനി ഒട്ടും പിറക്കോട്ട് പോവാതെ സമാസമമായി പോരാടി നിൽക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ യുദ്ധഭൂമിയിൽ നിന്ന് ശകുനി പേടിച്ചോടിയിട്ടുണ്ടെങ്കിലും ശകുനി നല്ലതുപോലെ പോരാടിയ ചില സമയങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് 16-ാം ദിവസം ഭീമസേനന് ദ്രൗപദിയിലുണ്ടായ മകനായിട്ടുള്ള സൂതസോമനുമായിട്ട് പോരാടിയത്. സൂതസോമനുമായിട്ട് പോരാടിയപ്പോൾ ശകുനി സൂതസോമനെ പരാജയപ്പെടുത്തി. ശകുനി ഗദ വെച്ച് പോരാടുന്നത് കാണുന്നുണ്ട്. നമ്മൾ ശകുനിക്ക് വില്ലുപയോഗിക്കാൻ അറിഞ്ഞുകൂടാന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷേ ഈ പറയുന്ന യുധിഷ്ഠിരൻ്റെ മകനെ ശകുനി കീഴ്പ്പെടുത്തിയത് ധനുസ് ഉപയോഗിച്ചുകൊണ്ടാണ്. പല സമയങ്ങളിലും ശകുനി ധനുസ് വെച്ച് നല്ല പ്രകടനം കാണിക്കുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ഒരിക്കൽ ഭീമസേനന് നേരെ കർണൻ പൊന്നുകൊണ്ടുള്ളൊരു വേലെടുത്തെറിയുന്നുണ്ട്. ആ വേലെടുത്തെറിഞ്ഞപ്പോഴത്തേക്കും ഭീമസേനൻ ഒറ്റ കൈ കൊണ്ട് ആ വേല് പിടിച്ച് തിരിച്ചെറിഞ്ഞു. അപ്പോൾ ഈ ഒരു പരാക്രമമാണല്ലോ ഭീമസേനൻ കാണിച്ചത്. അപ്പോൾ ഈ വേലെടുത്ത് അംഗരാജാവിന് നേരെ ഭീമസേനൻ തിരിച്ചെറിഞ്ഞപ്പോഴത്തേക്കും ആ വേല് ശകുനി ഒരസ്ത്രമയച്ച് മുറിച്ച് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. കർണനെ ശകുനി പ്രൊട്ടക്റ്റ് ചെയ്ത്. കർണൻ ആരാള്? കർണൻ അതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷെ കർണനെ ശകുനി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത്. അപ്പം ശകുനി മോശക്കാരനാണെങ്കിൽ ഭീമനെറിയുന്ന അത്രയും ശക്തിയിൽ വരുന്ന ആ ഒരു വേല് അസ്ത്രം കൊണ്ട് മുറിച്ചു കളയാൻ പറ്റൂ? ഇല്ല. അയാൾ ഒന്നാന്തര യോദ്ധാവായിരുന്നു. അതുപോലെ തന്നെ പാണ്ഡവന്മാരുടെ പക്ഷത്തുണ്ടായിരുന്ന ചില രാജകുമാരന്മാരെയും ചില പടത്തലവന്മാരെയും ശകുനി കീഴ്പ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പാണ്ഡവന്മാരുടെ സൈന്യത്തിൽ അത്യാവശ്യം നല്ല വിനാശം ശകുനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടൊരു സമയത്ത്. എന്തിനേറെ പറയണം, 18-ാമത്തെ ദിവസം ശകുനി യുധിഷ്ഠിരനുമായിട്ട് പോരാടിയിട്ടുണ്ട്. കട്ടയ്ക്ക് കട്ട ഫൈറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്ത്. അതിൽ യുധിഷ്ഠിരൻ തിരിച്ചു വന്ന് ശകുനിയെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ എന്നാലും യുധിഷ്ഠിരനുമായിട്ട് കട്ടയ്ക്ക് കട്ട നിന്നു ശകുനി. അത് നമ്മൾ എടുത്ത് പറയണം. നമ്മൾ പലയിടത്തും കേട്ടും കണ്ടും വന്നൊരു ശകുനിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ. കാരണം ആ ശകുനിക്ക് ധൈര്യമുണ്ടോ? പക്ഷെ നമ്മൾ വ്യാസമഹാഭാരതത്തിൽ പോകുമ്പോൾ അതീവ ധൈര്യശാലിയായിട്ടുള്ള നല്ല ശക്തനായിട്ടുള്ള ഒരു പോരാളിയായിട്ടുള്ള ഒരുപാട് ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു മഹായോദ്ധാവായിട്ടുള്ള ശകുനിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, പുള്ളിക്കാരനും പേടിച്ചോടിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കേട്ട് വന്നതുപോലെ അത്ര കഴിവുകെട്ട ഒരു യോദ്ധാവൊന്നും അല്ലായിരുന്നു. ആൾ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പോരാളിയായിരുന്നു. ഇനി ശകുനി എന്ന യോദ്ധാവിനെ കുറിച്ച് പറയുമ്പോൾ അധിക സ്ഥലങ്ങളിലൊന്നും കേട്ടുവരാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ മഹാഭാരതത്തിൽ പലയിടങ്ങളിലും പല ആളുകളും മായാപ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ശകുനി അർജുനനുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ശകുനിക്ക് അത്ര ധൈര്യമില്ലാത്ത ഒരാളാണെങ്കിൽ അർജുനനുമായിട്ട് ഏറ്റുമുട്ടുമോ? അർജുനനുമായിട്ട് ഏറ്റുമുട്ടിയെന്ന് മാത്രമല്ല, അവിടെ ശകുനി ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം കാഴ്ചവെച്ചു. കാരണം ശകുനിക്ക് 100 തരത്തിലുള്ള മായാപ്രയോഗങ്ങൾ വശമുണ്ടായിരുന്നു. അതായത് ശകുനിക്ക് മായാപ്രയോഗങ്ങൾ പ്രയോഗിക്കാൻ അറിയായിരുന്നു. ശകുനി അർജുനന് നേരെ മായാപ്രയോഗങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് പോരാടിക്കൊണ്ടിരുന്നത്. എന്നാലും അത് സമ്മതിച്ചു കൊടുക്കണ്ടേ ശകുനിയുടെ ആ ഒരു കഴിവിനെ. ശകുനി അർജുനന് നേരെ ഇരുട്ട് മൂടിയായിരുന്നു. അപ്പോൾ ജ്യോതിഷ്ക എന്ന് പറയുന്ന ഒരു അസ്ത്രം കൊണ്ട് അർജുനൻ ആ ഇരുട്ടിനെ അകറ്റി. എന്നിട്ട് ശകുനി അർജുനന് നേരെ വെള്ളത്തിൻ്റെ ഒരു വേവ് അങ്ങോട്ട് അയച്ചു. അപ്പോൾ ഈ ഒരു തിരകണക്ക് വെള്ളം വന്നപ്പോഴത്തേക്കും അർജുനൻ ആദിത്യം എന്ന് പറയുന്ന അസ്ത്രം കൊണ്ട് ആ തിരയെ മാറ്റി. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് അർജുനന് നേരെ ശകുനി മായാപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അർജുനൻ അതെല്ലാം അനായാസമായി ഒഴിവാക്കിക്കൊണ്ടിരുന്നു. മായാപ്രയോഗങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താണ്? അർജുനൻ നിവാത കവചന്മാരുമായിട്ട് പോരാടിയ ആളല്ലേ. പക്ഷെ എന്നാലും ഒരുപാട് തരം മായാപ്രയോഗങ്ങൾ ശകുനി അർജുനന് നേരെ പ്രയോഗിച്ചതിന് ശേഷം ഫലം കണ്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവിടെ നിന്ന് ഓടിപ്പോയത്. നമ്മൾ പലയിടത്തും കേൾക്കുകയും കാണുകയും ചെയ്ത ശകുനിയിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് അല്ലേ വ്യാസമഹാഭാരതത്തിലെ യഥാർത്ഥ ശകുനി. കാരണം അയാൾ അത്രത്തോളം നല്ല യോദ്ധാവായിരുന്നു. ഒരു ഡീസൻറ്റ് പോരാളിയായിരുന്നു അദ്ദേഹം. ഇനി മറ്റൊരു കാര്യം പറയുമ്പോഴത്തേക്കും ശകുനിയുടെ മരണത്തെക്കുറിച്ച് പറയണം. നമ്മൾ പലയിടങ്ങളിലും ശകുനിയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അയ്യോ എനിക്ക് പോരാടാൻ വയ്യ എന്നും പറഞ്ഞ് ഓടുന്നു ശകുനി. ഓടിയപ്പോഴത്തേക്കും പിറക്കെ പോയി ആണ് ശകുനിയെ തീർത്ത്. അങ്ങനെയൊന്നുമല്ല. ശകുനിയും ശകുനിയുടെ മകനായിട്ടുള്ള ഉലൂകനും ഭീമസേനനെയും സഹദേവനെയും ആക്രമിച്ചായിരുന്നു. ഉലൂകൻ ഭീമസേനന് നേരെയും സഹദേവന് നേരെയും ഒന്നിനു പിറകെ ഒന്നായി ശക്തമായിട്ടുള്ള ഒരുപാട് അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അപ്പോൾ ഈ ഒരു അസ്ത്രങ്ങളെല്ലാം പ്രയോഗിച്ച സമയത്ത് ശകുനിയുടെ മുന്നിലിട്ടുകൊണ്ട് സഹദേവൻ ഉലൂകൻ്റെ തലയെറുത്ത് കളഞ്ഞു. അസ്ത്രമയച്ച് തലയെറുത്ത് കളഞ്ഞു. സ്വന്തം മകനെ സഹദേവൻ മുമ്പിട്ടിങ്ങനെ തീർക്കുന്നത് കണ്ടപ്പോൾ ശകുനി ഒന്ന് പകച്ചുട്ടി. അതിനുശേഷം സഹദേവന് നേരെ പല ആയുധങ്ങൾ ശകുനി എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. ആ ആയുധങ്ങളെല്ലാം സഹദേവൻ നിഷ്പ്രയാസം നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ശകുനി ഊരിപ്പിടിച്ച കത്തിയുമായി സഹദേവന് നേരെ പോകാനായിട്ട് ഒരുങ്ങി. ആ സമയത്ത് ശകുനിയുടെ കരങ്ങൾ
ഏത് കരങ്ങൾ കൊണ്ടാണോ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനെ കൊണ്ട് ആദ്യം സഹദേവനെയും നൗലിനെയും പണയം വെപ്പിച്ചത്, ആ 2 കൈകളെയും അസ്ത്രം കൊണ്ട് ഖണ്ഡിച്ചു കളഞ്ഞു ശകുനിയുടെ. എന്നിട്ട് ശകുനിയുടെ കഴുത്തിലേക്ക് അസ്ത്രമയച്ച് ശകുനിയുടെ തലയെറുത്ത് കളയുകയായിരുന്നു സഹദേവൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ വരെ ഓടിത്തോറ്റ ഒരാളല്ല ശകുനി, പോരാടി തന്നെ മരിച്ച ഒരാളായിരുന്നു. അപ്പോൾ ഇതാണ് വ്യാസമഹാഭാരതത്തിലെ ശകുനി. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞൊരു 2.5 ആഴ്ചയായിട്ട് എനിക്ക് വീഡിയോ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഇടത്തെ കണ്ണിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഈ ഹൈലൈറ്റിൻ്റെയൊക്കെ മുമ്പ് ഇരിക്കുന്നത് കുറച്ച് ദിവസത്തേക്കൊന്ന് നിർത്തി വയ്ക്കാനായിട്ട്. അപ്പോൾ അതാണ് വീഡിയോ ഇടായിരുന്നത്. ഇനി പ്രോപ്പറായിട്ട് അങ്ങോട്ട് സെറ്റാക്കാം നമുക്ക്. പിന്നെ മറ്റൊരു കാര്യം, തഞ്ചൈ പെരിയ കോവിലിൽ ഞാൻ പോയായിരുന്നു. രാജരാജ ചോളൻ പണിത തഞ്ചൈ പെരിയ കോവിലിൽ. അതൊരു കണ്ടിരിക്കേണ്ട ഗംഭീര സംഭവം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ തഞ്ചൈ പെരിയ കോവിലിൽ പോയതിന് ശേഷം അവിടുത്തെ ചില കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ചൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ തഞ്ചൈ പെരിയ കോവിലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഭക്തി വീഡിയോ അല്ല, അമ്പലത്തിനെ കുറിച്ചുള്ളൊരു ഭക്തി വീഡിയോ ആണ് ആരും വിചാരിക്കരുത്. രാജരാജ ചോഴൻ തഞ്ചൈ പെരിയ കോവിലിനെ കൺസ്ട്രക്ട് ചെയ്തതിനെക്കുറിച്ചും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും അത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ NFOയുടെ കാര്യം മറക്കണ്ട കേട്ടോ. HDFC ലൈഫ് ഡൈനാമിക് അഡ്വാൻറ്റേജ് ഫണ്ട്. ഈ NFOയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 16 വരെയാണ്. അവസാന നിമിഷം വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കുക, വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വ്യാസമഹാഭാരതത്തിലെ ശകുനി എന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കൊന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ